സൊല്യൂഷൻ ടു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ആദ്യത്തെ ടോപ്പിക്കായിരുന്ന സൊല്യൂഷൻ ടു ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ആദ്യത്തെ 4 മെത്തേഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് സൊല്യൂഷൻ ടു ഫസ്റ്റ് ഓർഡർ ഹയർ ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക്ക് സൊല്യൂഷൻ ടു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്തപ്പോൾ പറഞ്ഞിരുന്നില്ല, ഇതിപ്പോൾ ഞാൻ ആഡ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ടോപ്പിക് കൂടെ പഠിക്കാനുണ്ട്, സൊല്യൂഷൻ ടു ഫസ്റ്റ് ഓർഡർ ഹയർ ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓർഡർ ഹയർ ഡിഗ്രി differential equation. The differential equations will involve dy by dx in higher degree and dy by dx will be denoted by p. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഹയർ ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് dv by dx ന് പകരം p എന്നായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ സെക്കൻഡ് ഡിഗ്രി ആണെങ്കിൽ എന്ത് ചെയ്യും? p സ്ക്വയർ എന്നും, ഫസ്റ്റ് ഡിഗ്രി ആണെങ്കിൽ p എന്നും ഡിനോട്ട് ചെയ്യും. ഓക്കെ, the differential equation will be of the form function of x, y, p is equal to 0. സോ അങ്ങനെ ആകുമ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തൊക്കെ കാണും? എക്സ് എന്ന വേരിയബിൾ കാണും, വൈ എന്ന വേരിയബിൾ കാണും, പിന്നെ പി എന്ന ഡി വൈ ബൈ ഡി എക്സും കാണും. അപ്പോൾ ഇതിൽ നമ്മൾ 4 ടൈപ്സ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് പഠിക്കുന്നത്. ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ സോൾവബിൾ ഫോർ പി, അതിനെ നമ്മൾ പി വെച്ചായിരിക്കും സോൾവ് ചെയ്യുന്നത്. ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ സോൾവബിൾ ഫോർ വൈ, ടൈപ്പ് 3 സോൾവബിൾ ഫോർ എക്സ്, ടൈപ്പ് 4 ക്ലെയറോട്സ് ഇക്വേഷൻ. ഇപ്പോൾ നാലും നമുക്ക് 1 by 1 ആയിട്ട് പഠിക്കാം. ആദ്യത്തത് സോൾവബിൾ ഫോർ പി. നോക്കാം. ഇഫ് വി ഡിനോട്ട് dy by dx by p, then the most general form of a differential equation of the first order and nth degree can be expressed in the form as given below. അതായത് dy by dx നെ നമ്മൾ p എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് ഓർഡർ nth ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ ഫോം എനിക്ക് എങ്ങനെ എഴുതാം? I can write p raised to n plus a1 into p raised to n minus 1 plus a2 into p raised to n minus 2 up to an minus 1 into p plus an is equal to 0, where a1, a2 up to an are functions of x and y. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ ആണ് ഒരു ഫസ്റ്റ് ഓർഡർ nth ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ ഫോം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ I can write p square plus p into x plus y plus xy is equal to 0. ഇവിടെ p സ്ക്വയർ ആണ്, which means ഇവിടെ n is equal to 2 എന്ന് വെച്ചാൽ ഇത് ഒരു സെക്കൻഡ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇതിന്റെ ഓർഡർ 1 ആണ്. ഇവിടെ നോക്കാം, ഇവിടെ നമുക്ക് p സ്ക്വയർ ഡിഗ്രി 2 ആണെന്ന് മനസ്സിലായി, പ്ലസ് p ഇൻറ്റു എക്സ് പ്ലസ് വൈ. ഇവിടെ p ന്റെ കോഎഫിഷ്യന്റ് എന്താണ്? എക്സ് പ്ലസ് വൈ ആണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് a1 up to an are functions of x and y. ഈ തന്നിരിക്കുന്ന a1 അല്ലെങ്കിൽ a2 ഒക്കെ എന്താണ്? ഫങ്ഷൻസ് ഓഫ് x and y ആയിരിക്കും. Finally, we have xy. xy എന്ന് പറയുന്നത് എന്താണ്? an ആണ്. So an is also a function of x and y. ഇനി വേറെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ I can write p square minus 5 times p plus 6 is equal to 0. ഇതും ഒരു സെക്കൻഡ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ എക്സാമ്പിൾ ആണ്. പക്ഷെ ഇവിടെ p യുടെ കോഎഫിഷ്യന്റ് എന്നല്ല എക്സിന്റെയോ വൈന്റെയോ ഫംഗ്ഷൻ അല്ല, ബട്ട് സിംപ്ലി എ കോൺസ്റ്റന്റ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതിയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന സോൾവബിൾ ഫോർ p എന്ന മെത്തേഡിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. രണ്ടും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് when to use solvable for p. solvable for p എന്ന മെത്തേഡ് നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? കാരണം നമുക്ക് solvable for x ഉണ്ട്, solvable for y ഉണ്ട്, അല്ലെങ്കിൽ ക്ലെയറോട്സ് ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ solvable for p എന്ന മെത്തേഡ് ഉപയോഗിക്കേണ്ടത്? That is when the left hand side of the equation 1 can be resolved into rational factors of the first degree. അപ്പോൾ ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത്, ഈ സോൾവബിൾ ഫോർ പി യുടെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന nth ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഫസ്റ്റ് ഡിഗ്രി ആക്കുക എന്നുള്ളതാണ്. കാരണം ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ പറയുന്ന വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ്, അല്ലെങ്കിൽ എക്സാക്ട് മെത്തേഡ്, അല്ലെങ്കിൽ ഹോമോജിനിയസ് മെത്തേഡ്, ലീനിയർ മെത്തേഡ്, ഏത് മെത്തേഡ് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാം. കാരണം ഇത് ഫസ്റ്റ് ഓർഡർ ആണ്. ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രിയിൽ ഏത് മെത്തേഡ് വെച്ച് നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് when the left hand side of the equation 1 can be resolved into rational factors of the first degree. അതായത് ഈ ഇക്വേഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ 0 മാത്രമേ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഫാക്ടറൈസ് ചെയ്ത് എഴുതാൻ പറ്റണം. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ p സ്ക്വയർ മൈനസ് 5p പ്ലസ് 6 എടുത്തു. അപ്പോൾ ആ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എനിക്കിതിനെ എങ്ങനെ എഴുതാൻ പറ്റണം? p മൈനസ് 3 ഇൻറ്റു p മൈനസ് 2 ഈസ് ഈക്വൽ ടു 0 ആക്കി എഴുതാൻ പറ്റണം. അതായത് ഇവിടെ
പി സ്ക്വയർ മൈനസ് 5p പ്ലസ് 6 ഈസ് ഈക്വൽ ടു 0 ഞാൻ എന്ത് ചെയ്തു, ഫാക്ടറൈസ് ചെയ്തു, p മൈനസ് 3 ഇൻറ്റു p മൈനസ് 2 എന്നാക്കി എഴുതി. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. When equation 1 can be factorized into rational factors of the first degree, then it can take the form p minus r1 into p minus r2 up to p minus rn is equal to 0 for some r1 r2 up to rn which are functions of x and y. നമ്മുടെ എക്സാമ്പിളിനകത്ത് r1 ഉം r2 എത്രയാണ്, 3 ഉം 2 ആണ്. ഈ 3 ഉം 2 ഉം പക്ഷെ എന്തല്ല, ഫങ്ഷൻസ് ഓഫ് എക്സ് ആൻഡ് വൈ അല്ല. ഞാൻ പറഞ്ഞു അങ്ങനെ അല്ലെങ്കിൽ പോലും നമുക്ക് സോൾവബിൾ ഫോർ പി ചെയ്യാൻ പറ്റും. അത് മനസ്സിലാക്കാനാണ് ഞാൻ ഇങ്ങനൊരു ഇക്വേഷൻ എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഫാക്ടറൈസ് ചെയ്ത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഫാക്ടറൈസ് ചെയ്ത് എഴുതുമ്പോൾ ആ പിയുടെ ഡിഗ്രി എന്തായിരിക്കണം, ഡിഗ്രി 1 ആയിരിക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് സോൾവബിൾ ഫോർ പി എന്ന മെത്തേഡിലേക്ക് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇപ്പൊ ഇതുകൊണ്ടും തീരുന്നില്ല. ഞാൻ പറഞ്ഞു സോൾവബിൾ ഫോർ പിന്റെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന nth ഡിഗ്രി ഇക്വേഷൻ എന്താക്കി മാറ്റുക, ഫസ്റ്റ് ഡിഗ്രി ആക്കുക. ഓൾറെഡി ഇക്വേഷൻ എന്താണ്, ഫസ്റ്റ് ഓർഡർ ആണ്. അപ്പൊ ആ ഓർഡർ നമുക്ക് മാറ്റേണ്ട കാര്യമില്ല. nth ഡിഗ്രിയെ ഫസ്റ്റ് ഡിഗ്രി ആക്കി മാറ്റി എഴുതുക. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നോക്കിയാൽ ഇപ്പോഴും ഇതിന്റെ ഡിഗ്രി എന്ത് തന്നെയാണ്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ തന്നെയാണ്. പക്ഷെ എഴുതിയിരിക്കുന്ന പി എല്ലാം എന്താണ്, ഫസ്റ്റ് ഡിഗ്രിയിലാണ് എഴുതിയിരിക്കുന്നത് എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ ഫസ്റ്റ് ഡിഗ്രിയിലേക്ക് മാറ്റാം. അപ്പോൾ ഇവിടുത്തെ ഐഡിയ എന്ന് പറയുന്നത്, ഈ ഇക്വേഷൻ നോക്കുക, p minus 3 into p minus 2 is equal to 0. Here I can write either p minus 3 is equal to 0 or p minus 2 is equal to 0. കാരണം ഈ ഇക്വേഷൻ നമുക്ക് അതാണ് മനസ്സിലാവുന്നത്. ഒന്നെങ്കിൽ p minus 3 0 ആണോ, അല്ലെങ്കിൽ p minus 2 0 ആണോ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടി, which is of first degree and first order. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സെക്കൻഡ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഫസ്റ്റ് ഡിഗ്രി ആക്കി മാറ്റുന്നത്. ഇഫ് യു സീ ദി ഇക്വേഷൻ, നമ്മളെടുത്ത എക്സാമ്പിൾ p സ്ക്വയർ മൈനസ് 5p പ്ലസ് 6 ആണ്. അപ്പോൾ ഞാൻ അതിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്തു, രണ്ട് ഫസ്റ്റ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇവിടെ ഒരു ഇക്വേഷൻ ആയിരുന്നു, പക്ഷെ സെക്കൻഡ് ഡിഗ്രി ആയിരുന്നു. പക്ഷെ ഞാൻ അതിനെ രണ്ട് ഇക്വേഷൻ വിച്ച് ഈസ് ഓഫ് ഫസ്റ്റ് ഡിഗ്രി ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഒന്നാമത്തെ ഇക്വേഷൻ p മൈനസ് 3 ഈസ് ഈക്വൽ ടു 0, രണ്ടാമത്തെ ഇക്വേഷൻ p മൈനസ് 2 ഈസ് ഈക്വൽ ടു 0. ഇനി ഇക്വേഷൻ നോക്കാം, ഇത് ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ആണ്, ഇതും ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ആണ്. അപ്പോൾ നമുക്ക് ഏത് മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാം, ഒന്നെങ്കിൽ വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് ഉപയോഗിക്കാം, എക്സൈറ്റ് ഉപയോഗിക്കാം, ലീനിയർ ഉപയോഗിക്കാം, ഹോമോജീനിയസ് ഉപയോഗിക്കാം. ഏത് മെത്തേഡ് വെച്ച് നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാം. അപ്പോൾ ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും പറഞ്ഞിരിക്കുന്നത്. ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ 2, ഫ്രം ഇക്വേഷൻ 2 വി ഗെറ്റ് p മൈനസ് r1 is equal to 0, അതായത് നമുക്ക് ഇവിടെ കിട്ടിയതുപോലെ, ആൻഡ് p മൈനസ് r2 is equal to 0 up to p മൈനസ് rn is equal to 0. അപ്പൊ ഇത് മൊത്തം എത്ര ഇക്വേഷൻ ഉണ്ട്, n നമ്പർ ഓഫ് ഇക്വേഷൻ ഉണ്ട്. കാരണം ഇവിടെ നമ്മൾ എടുത്ത ജനറൽ സൊല്യൂഷന്റെ ഡിഗ്രി എത്രയായിരുന്നു, n ആയിരുന്നു. അങ്ങനെ n ഡിഗ്രിയുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ n ഡിഫറെന്റ് ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ദാറ്റ് ഈസ് ഒരു ഫസ്റ്റ് ഓർഡർ n ഡിഗ്രി ഇക്വേഷൻ, അതായത് ഒരു ഇക്വേഷനേ ഉള്ളൂ. ഫസ്റ്റ് ഓർഡർ n ഡിഗ്രി ഒരു ഇക്വേഷൻ. ഇതിന് നമ്മൾ എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്, ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി n ഇക്വേഷൻ, n നമ്പർ ഓഫ് ഇക്വേഷൻസ് ഉണ്ട് ഇവിടെ. ഈ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു p മൈനസ് 3 is equal to 0, p മൈനസ് 2 is equal to 0 എവിടെ നിന്ന് വന്നതാണ്, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ വന്നതാണ്. ഒരു സെക്കൻഡ് ഡിഗ്രി നമ്മൾ എന്താക്കി മാറ്റുന്നു, രണ്ട് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ സോൾവ് ചെയ്യാം. p മൈനസ് 3 is equal to 0, p എന്താണ്, dy by dx. So we get dy by dx is equal to 3 എന്ന് കിട്ടും. That is dy is equal to 3 times dx. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം, വളരെ സിമ്പിൾ ആയിട്ട് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യാം. ഇവിടെ വേരിയബിൾസ് ഒന്നുമില്ല. സോ സിമ്പിളി നമ്മൾ എന്ത് ചെയ്താൽ മതി, സിമ്പിൾ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ I get y is equal to 3x plus c, or simply put y minus 3x minus c equal to 0 എന്ന് കിട്ടും. This I can write dy by dx is equal to 2. Therefore dy is equal to 2 times dx. രണ്ട് സൈഡ് എന്ത് ചെയ്യാം, നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. Therefore I get y is equal to 2x plus c, or simply put y minus 2x minus c is equal to 0. അപ്പോൾ ഈ കിട്ടിയ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെയാണ്. സിമിലർലി y minus 2x minus c is equal to 0 എന്ന് പറയുന്നത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്റ്റാർട്ടിംഗ് ക്വസ്റ്റ്യൻ p സ്ക്വയർ മൈനസ് 5p പ്ലസ് 6 is equal to 0 ന്റെ ടോട്ടൽ സൊല്യൂഷൻ എന്താണ്, that we can write y minus 3x minus c into ഈ ഒരു സൊല്യൂഷൻ, ഇനി ഈ ഒരു സൊല്യൂഷൻ എടുത്ത് എഴുതാം, y minus 2x minus c is equal to 0. അതായത് ഈ കിട്ടിയ രണ്ട് സൊല്യൂഷന്റെയും പ്രോഡക്റ്റ് ആയിട്ട്
എഴുതിയിട്ട് അതിനെ സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ ടോട്ടൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും പറഞ്ഞിരിക്കുന്നത്. If S1, S2, Sn are solutions of these n equation, for example, P minus R1 is equal to 0 എന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന് നമുക്ക് കിട്ടിയ സൊല്യൂഷൻ S1 ആണെന്നിരിക്കട്ടെ, ആൻഡ് P minus R2 is equal to 0 ഇതിന്റെ സൊല്യൂഷൻ S2 ആണെന്നിരിക്കട്ടെ, ആൻഡ് P minus Rn ഇതിന്റെ സൊല്യൂഷൻ Sn ആണെങ്കിൽ, then the solution of the general equation is S1 into S2 into S3 into up to Sn is equal to 0. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതാണ് സോൾവബിൾ ഫോർ പി എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ nth ഡിഗ്രി തന്നിരിക്കുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. പക്ഷേ അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര ക്വസ്റ്റ്യൻ ആയിട്ട് അത് മാറുന്നു, എത്ര ഇക്വേഷൻ ആയിട്ട് അത് മാറുന്നു? n നമ്പർ ഓഫ് ഇക്വേഷൻ ആയിട്ട് മാറുന്നു. ആ n നമ്പർ ഓഫ് ഇക്വേഷന്റെയും സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ച് ആ സൊല്യൂഷൻ എല്ലാം കൂടെ പ്രോഡക്റ്റ് ടേംസിൽ എഴുതി സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. പി സ്ക്വയർ പ്ലസ് പി എക്സ് പ്ലസ് പി വൈ പ്ലസ് എക്സ് വൈ ഈസ് ഈക്വൽ ടു 0. ഇത് സോൾവബിൾ ഫോർ പി ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാ? ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഫാക്ടറൈസ് ചെയ്ത് എഴുതണം. അങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതുമ്പോൾ പി എന്തായിരിക്കണം? പിന്റെ ഡിഗ്രി 1 ആണോ എന്ന് നോക്കണം. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതാൻ പറ്റും? ഐ ക്യാൻ റൈറ്റ് പി പ്ലസ് എക്സ് ഇൻറ്റു പി പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. ഇതിനെ നമുക്ക് ഫസ്റ്റ് ഡിഗ്രീന്റെ ഫാക്ടർ ആക്കി എഴുതാൻ പറ്റി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് രണ്ട് ഇക്വേഷൻ ആക്കി മാറ്റാം. ദാറ്റ് ഈസ് പി പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 0 ആദ്യത്തെ ഇക്വേഷൻ, സെക്കൻഡ് പി പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 0 അടുത്ത ഇക്വേഷൻ. ഇത് രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. രണ്ടും ഫസ്റ്റ് ഡിഗ്രി ഫസ്റ്റ് ഓർഡർ ആണ്. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന്റെ സൊല്യൂഷൻ എങ്ങനെ എഴുതാം? ഐ ക്യാൻ റൈറ്റ് ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് എക്സ്. ഇതിന് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ആണ്. സിംപ്ലി നമുക്ക് ഇതിനെ വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം. ദാറ്റ് ഈസ് ഡി വൈ ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് ഡി എക്സ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. സോ ഐ ഗെറ്റ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി, ഓർ ഐ ക്യാൻ സിംപ്ലി റൈറ്റ് വൈ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് സി ഈസ് ഈക്വൽ ടു 0. ഇതാണ് ആദ്യത്തെ സൊല്യൂഷൻ. ഇനി അടുത്തത് രണ്ടാമത്തത്, ദാറ്റ് ഈസ് പി പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 0. ദിസ് ഐ ക്യാൻ റൈറ്റ് ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് വൈ ഡി വൈ ബൈ വൈ ഈസ് ഈക്വൽ ടു മൈനസ് ഡി എക്സ്. അപ്പോൾ ഇവിടെ ഡി വൈ ബൈ വൈ എന്ന് എഴുതാൻ കാരണം എന്താണ്? നമ്മൾ വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്യാം. Therefore I get log y is equal to minus x plus c. This I can write log y plus x minus c is equal to 0. അപ്പോൾ ഇത് സൊല്യൂഷൻ 1 ആണ്, ഇത് സൊല്യൂഷൻ 2 ആണ്. അപ്പോൾ ടോട്ടൽ സൊല്യൂഷൻ എങ്ങനെ എഴുതാം? ടോട്ടൽ സൊല്യൂഷൻ ഈസ്, ആൻസർ എന്താണ്? y plus s square by 2 minus c into log y plus x minus c equal to 0. എന്ന് വെച്ചാൽ ഇത് രണ്ടും എന്താണ്? സൊല്യൂഷൻ ആണ്. ഇതും ഒരു സൊല്യൂഷൻ ആണ്, ഇതും ഒരു സൊല്യൂഷൻ ആണ്. മൂന്നാമത്തെ പ്രോബ്ലം, പി സ്ക്വയർ വൈ പ്ലസ് പി ഇൻറ്റു എക്സ് മൈനസ് വൈ മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 0. ഇതിനെ നമുക്ക് ഫാക്ടർ ചെയ്ത് എഴുതാൻ പറ്റുമോ നോക്കാം. So I can write p square y minus py plus px minus x is equal to 0. So I can take out py, p minus 1 plus ഇവിടെ x ഉള്ളിലെടുക്കാം. Therefore I get p minus 1 is equal to 0. Therefore I can write py plus x into p minus 1 is equal to 0. ഇപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടും. ഫസ്റ്റ് വൺ ഈസ് പി വൈ പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 0. രണ്ടാമത്തത് പി മൈനസ് 1 ഇസ് ഈക്വൽ ടു 0. നമുക്ക് ആദ്യത്തിന്റെ സൊല്യൂഷൻ നോക്കാം. പി വൈ പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ അതെങ്ങനെ എഴുതാൻ പറ്റും? ഐ ക്യാൻ റൈറ്റ് ഡി വൈ
by dx into y is equal to minus x. That is y into dy is equal to minus x into dx. Variables separate എഴുതി ഇനി നമുക്ക് എന്ത് ചെയ്യാം, integrate ചെയ്യാം. Therefore I get y square by 2 is equal to minus s square by 2 plus c. ഇതിനെ എങ്ങനെ എഴുതാം? I can write y square by 2 plus s square by 2 is equal to a constant. ഇവിടെ ഞാൻ കംപ്ലീറ്റ് ഇക്വേഷനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും? I get y square plus s square is equal to 2 times constant എന്ന് വരും. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ ഇത് മൈനസ് ഇൻഫിനിറ്റി തൊട്ട് പോസിറ്റീവ് ഇൻഫിനിറ്റി വരെയുള്ള എല്ലാ വാല്യൂസിനും എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് 2 ടൈംസ് കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ എന്താണ്? അതും ഒരു കോൺസ്റ്റന്റ് തന്നെയാണ്. അപ്പോൾ എനിക്ക് ഇതിനെ എന്ത് എഴുതാം? സിംപ്ലി y square plus x square is equal to c എന്ന് എനിക്ക് എഴുതാം. ഒന്നുകിൽ ഈ ഇക്വേഷൻ എഴുതാം, or I can write this equation. ഇത് രണ്ടും എന്താണ്? സെയിം തന്നെയാണ്. അടുത്ത രണ്ടാമത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചാൽ p minus 1 is equal to 0 എന്നായിരുന്നു. That is dy by dx minus 1 is equal to 0. Minus 1 right hand side ലേക്ക് എടുക്കുകയാണ്. Therefore we get dy is equal to dx. Integrate ചെയ്യുമ്പോൾ എന്ത് കിട്ടും? We get y is equal to x plus c or y minus x minus c is equal to 0 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ സൊല്യൂഷൻ, ഇത് രണ്ടാമത്തെ സൊല്യൂഷൻ. സോ ടോട്ടൽ സൊല്യൂഷൻ എന്താണ്? ഇതിന്റെ രണ്ടിനെയും പ്രോഡക്റ്റ് ആയിട്ട് എഴുതണം. ദാറ്റ് ഈസ് y square plus x square minus c y minus x minus c is equal to 0. ഇനി ചിലപ്പോൾ y square plus s square minus c ക്ക് പകരം കൊടുത്തിരിക്കുന്നത് y square by 2 plus s square by 2 minus c എന്നാവും. ഇത് രണ്ടും സെയിം തന്നെയാണ്. നാലാമത്തെ ചോദ്യം x square is equal to 1 plus p square. അപ്പോൾ നമുക്കിത് സോൾവബിൾ ഫോർ p ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? നമുക്ക് ഈ തന്നിരിക്കുന്ന സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ നമ്മൾ എന്താക്കി എഴുതാൻ പറ്റണം? ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആക്കി എഴുതാൻ പറ്റണം. സോ ഐ ക്യാൻ റൈറ്റ് p square is equal to x square minus 1. From this I can write p is equal to plus or minus root of s square minus 1. That means തന്നിരിക്കുന്ന ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഞാൻ ഇപ്പോൾ എന്താക്കി മാറ്റി എഴുതി? ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആക്കി മാറ്റി എഴുതി. അപ്പോൾ ഇതിന്റെ റൂട്ട് എന്തൊക്കെയാണ്? പ്ലസ് റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് 1 അല്ലെങ്കിൽ മൈനസ് റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് 1. ഐ ക്യാൻ റൈറ്റ് പി മൈനസ് റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് 1 പി പ്ലസ് റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0. അപ്പോൾ ഈ തന്നിരിക്കുന്ന ചോദ്യത്തെ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ ഈ തന്നിരിക്കുന്നത് എനിക്ക് എന്ത് എഴുതാം? ഐ ക്യാൻ റൈറ്റ് എയ്തർ p minus root of s square minus 1 is equal to 0 or p plus root of s square minus 1 is equal to 0. അപ്പോൾ ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നെടുത്ത് സോൾവ് ചെയ്യാം. ആദ്യത്തെ ഇക്വേഷൻ എടുക്കാം. p minus root of s square minus 1 is equal to 0. Therefore I can write p is equal to root of s square minus 1. Therefore dy by dx is equal to root of s square minus 1. That is dy is equal to root of s square minus 1 dx. ഇവിടെ നമ്മൾ വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതി. ഇനി എനിക്ക് എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേഷൻ ഓൺ ബോത്ത് സൈഡ്സ്. ഇനി ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തറിഞ്ഞിരിക്കണം? ഇന്റഗ്രൽ ഓഫ് റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയറിന്റെ ഇക്വേഷൻ എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് root of s square minus a square is equal to x by 2 root of s square minus a square minus a square by 2 log mod of x plus root of s square minus a square plus c ആണ്. Therefore I can write y is equal to integral of dy ന്റെ integration y is equal to x by 2 root of s square minus 1 minus a square by 2. a 1 ആണ്. Therefore 1 by 2 log mod of x plus root of s square minus 1 plus c. ഇപ്പോൾ ഈ കിട്ടിയ സൊല്യൂഷൻ ആദ്യത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഇനി രണ്ടാമത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എങ്ങനെ കിട്ടും? ഇവിടെ നമ്മൾ വ്യത്യാസം നോക്കാം. ഇവിടെ ആദ്യത്തെ p is equal to root of s square minus 1 ആണെങ്കിൽ രണ്ടാമത്തെ p is equal to
മൈനസ് റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് 1 ആണ്. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന സൊല്യൂഷനകത്തും എന്ത് മാത്രമേ കാണത്തുള്ളൂ? ഒരു നെഗറ്റീവിന്റെ ഡിഫറൻസ് മാത്രമേ കാണത്തുള്ളൂ. Therefore I can write y is equal to minus x by 2 root of s square minus 1 plus 1 by 2 log mod of x plus root of s square minus 1 plus c. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ സൊല്യൂഷൻ ആണ്. ഈ രണ്ട് സൊല്യൂഷൻ കൂടെ കമ്പൈൻ ചെയ്ത് എനിക്ക് എങ്ങനെ എഴുതാം? I can write y is equal to plus or minus x by 2 root of s square minus 1 minus plus 1 by 2 log mod of x plus root of s square minus 1 plus c. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഇവിടെ ഞാൻ സൊല്യൂഷൻ 1 ഇൻറ്റു സൊല്യൂഷൻ 2 ഈസ് ഈക്വൽ ടു 0 എന്ന ഫോർമാറ്റിൽ എഴുതുന്നില്ല, കാരണം ഇതൊരു വലിയൊരു ഇക്വേഷൻ ആണ്. പകരം ഇങ്ങനെ എഴുതിയാലും അത് കറക്റ്റ് തന്നെയാണ്.